ഹരി ഓം. സൗന്ദര്യലഹരി ശ്ലോകം 83. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷംഗൗ ജംഘേതേ വിഷമവിശിഖോ ബാഢമഘൃത യദഗ്രേ ദൃശ്യന്തേ ദശശരഫലാ പാദയുഗളീ നഖാഗ്രച്ഛദ്മാന സുരമകുട ശാണൈകനിശിത. ഹരി ഓം. 83-ാമത്തെ ശ്ലോകം. 83-ാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ കണങ്കാലുകളെ, അതായത് മുട്ടിന് താഴെ പാദം വരെ, അതിനെ വർണ്ണിക്കുകയാണ്. അത് കാമദേവന്റെ അവതാഴി പോലെയാണെന്നാണ് പറയുന്നത്. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷംഗൗ ജംഘേതേ വിഷമവിശിഖോ ബാഠം അകൃതയത് അഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗളി നഖ അഗ്ര ഛദ്മാനഃ സുരമകുട ശാണയേക നിശിതാഃ. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷംഗൗ ജംഘേതേ വിഷമവിശിഖോ ബാഠമകൃത യദഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗളി നഖ അഗ്രച്ഛദ്മാന സുരമകുട ശാണൈക നിശിതാഃ. കാമദേവൻ രുദ്രനാൽ ചുട്ടരിക്കപ്പെട്ടതാണ്. ഭഗവാൻ ശിവനാൽ ചുട്ടരിക്കപ്പെട്ടതാണ്. ഭഗവാന്റെ നെറ്റിത്തടത്തിലെ നേത്രത്തിൽ നിന്നും അഗ്നി വന്ന് ചുട്ട് എരിച്ചതാണ് കാമദേവനെ. അങ്ങനെ ആ കഥ വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യമാണ്. ഇതിന് തിരിച്ചൊരു പ്രതികാരം ചെയ്യാൻ അനങ്കനായിട്ടുള്ള കാമദേവൻ, അനങ്കൻ അംഗങ്ങളില്ലാത്തവൻ, എന്നാൽ ശരീരം നഷ്ടപ്പെട്ടു എങ്കിലും കാമദേവൻ കാമം എന്ന ആ സങ്കല്പം, ആ കാമൻ എന്ന സങ്കല്പം ബാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ആ കാമദേവൻ വിഷമവിശിഖാഹ, വിഷമവിശിഖൻ എന്നാൽ, വിശിഖം എന്നാൽ ബാണങ്ങളാണ്, വിഷമം എന്നാൽ സമമല്ലാത്ത, അതായത് ഒറ്റസംഖ്യയായിട്ടുള്ള 5 ബാണങ്ങൾ ഉള്ളവൻ കാമദേവൻ. അതാണ് വിഷമവിശിഖാഹ. രുദ്രം പരാജയതും, രുദ്രനെ പരാജയപ്പെടുത്താനായിട്ട് ദേവിയെ ശരണം പ്രാപിച്ചു. അങ്ങനെ ദേവി തൻ്റെ ആ മുഴങ്കാലുകളെ, അതായത് കണങ്കാലുകളെ ആവനാഴിയായിട്ട് വിട്ടുകൊടുത്തതിനാൽ ഇപ്പോൾ 2 ആവനാഴിയായി കാമദേവൻ. അങ്ങനെയാകുമ്പോൾ 5 ശരമുള്ള കാമദേവന് ഇപ്പോൾ 10 ശരമാകും. അതാണ് ദ്വിഗുണം എന്ന് പറയുന്നത്. ഇരട്ടിയായി, 5 ഇരട്ടിയായി. അങ്ങനെയുള്ള ശരം ഗർഭവും, എന്നാൽ അവിടെ ആ ആവനാഴിയിൽ നിറച്ചു വെച്ചിരിക്കുന്നു ഇങ്ങനെ 10 ശരങ്ങൾ. ആ 10 ശരങ്ങൾ നിറച്ചു വെച്ച ആവനാഴികൾ നിഷംഗവും, നിഷംഗവ് എന്നാൽ ആവനാഴികൾ. ഇങ്ങനെ തേ ജംഘേ, ആ ആവനാഴികൾ അങ്ങയുടെ കണങ്കാലുകളിൽ ബാഠം അകൃത, തീർച്ചയായും ചെയ്തു വെച്ചു എന്നെനിക്ക് ഉറപ്പാണ് എന്നാണ്. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ ആവനാഴിയുടെ പുറത്തേക്ക് അമ്പുകളുടെ കൂർത്ത ഭാഗങ്ങൾ കാണാമെന്നതുപോലെയാണ് ദേവിയുടെ കൂർത്ത നഖങ്ങളുള്ള പാദങ്ങൾ. അതാണ് പറയുന്നത് യത് അഗ്രേ. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ കാരണം പാദയുഗളി, 2 പാദങ്ങളുടെയും നഖങ്ങൾ 10 എണ്ണം. ഇവിടെ 2 ആവനാഴിയിലും കൂടെ 10 ശരങ്ങളാണുള്ളത്. ദേവിയുടെ കാൽനഖങ്ങളും 10 ആണ്. ദേവിയുടെ കാൽനഖങ്ങൾ കണങ്കാലിൽ നിന്ന് പുറത്തേക്ക് നീട്ടുന്നത് പോലെ നഖ അഗ്ര ഛദ്മാനഃ, 2 പാദങ്ങളുടെ നഖ അഗ്രമാണോ എന്ന, ഛദ്മാനം എന്നാൽ വ്യാജേന എന്ന രീതിയിൽ. അപ്പോൾ ആവനാഴിയിൽ നിന്ന് ശരങ്ങൾ പുറത്തു കാണുന്നത് പോലെയാണ് ദേവിയുടെ ആ കണങ്കാലിൽ നിന്ന് പുറത്തേക്ക് വന്ന് പാദങ്ങളുടെ അറ്റത്ത് കാണപ്പെടുന്ന നഖാഗ്രങ്ങൾ. ഇനി നഖാഗ്രങ്ങൾ, അതിന് മൂർച്ച കൂട്ടുന്നത് ദേവന്മാരുടെ കിരീടമാണത്രേ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലായ്പ്പോഴും ദേവന്മാർ ദേവിയുടെ കാൽക്കൽ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ആ ദേവന്മാരുടെ കിരീടങ്ങൾ, അതാണ് സുരമകുടം. ഈ സുരന്മാരുടെ കിരീടം എന്നത് ശരങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള ശാണമാണ്. ശാണം എന്നാൽ ആ ചാണക്കല്ല്, മൂർച്ച കൂട്ടാനുള്ള കല്ല്.
അങ്ങനെ നിശിതാഹ മൂർച്ച കൂട്ടിയ ദശശരഫലാഹ, ദശം 10 ശരഫലം ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട് ആ ആവനാഴികളിൽ ദേവിയുടെ കണങ്കാലുകളാകുന്ന ആ ആവനാഴിയിൽ കാമദേവന്റെ ശരങ്ങളുണ്ട് എന്നതിന്റെ ഫലം, അതിന്റെ തെളിവ് എന്താണ്? നഖങ്ങളാണ്. അവയ്ക്ക് നല്ല മൂർച്ചയാണ്. എല്ലായ്പ്പോഴും ദേവന്മാർ വന്ന് നമസ്കാരം ചെയ്യുന്നു. അങ്ങനെ ദേവന്മാരുടെ കിരീടങ്ങളിൽ തട്ടി ദേവിയുടെ നഖത്തിന് മൂർച്ച കൂടി. എങ്ങനെയാണോ ശരങ്ങൾ ഈ ചാണക്കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടുന്നത്, അതുപോലെ. അതുകൊണ്ടാണ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് കാമദേവന്റെ 5 അമ്പുകൾ വീതമുള്ള കാമദേവന്റെ കണങ്കാലുകളാണ് ദേവിയുടെ കണങ്കാലുകൾ. അതേ ആകൃതിയാണ് ദേവിയുടെ കണങ്കാലുകൾക്ക്. അതുപോലെ മനോഹരമാണ് എന്നുകൂടെ അർത്ഥമാക്കുന്നു. ഹരിയും.